ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്യുവർ അഡ്രിനാലിൻ റഷ്. ഒന്നല്ല 2 തവണ ഈ സിനിമ കണ്ടു. ഇനി ഒരു തവണയും കൂടെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊരു കാർ എന്തൂസിയാസ്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണോ, അത്രയും ഡ്രൈവിംഗ് പാഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ സിനിമ കണ്ടിരിക്കണം. അത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ. ആപ്പിളാണ് ഇതിൻ്റെ ഒരു ഒന്നാമത്തെ പ്രൊഡക്ഷൻ പാർട്ണർ. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവും. പിന്നെ ബ്രാഡ് പിറ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇതിനകത്തൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ്. അദ്ദേഹം ഈ മൈക്കിൾ ഷൂമാക്കറിനെയൊക്കെ പോലെ ഒരു എക്സ്ട്രീം റൈസറായിട്ട് അങ്ങ് ജീവിക്കുകയാണ് ഈ സിനിമയ്ക്കകത്ത്. അദ്ദേഹം എത്രത്തോളം ഈ സ്റ്റൺസ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫോർമുല 1 പോലെ കസ്റ്റമൈസ് ചെയ്ത് അത്രയും ഗ്രേഡിൽ വരാത്ത ഒരു വാഹനം ഇതിനായിട്ട് മെഴ്സിഡീസ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് അതിലാണ് അദ്ദേഹം ഈ സ്റ്റൺസ് ഒക്കെ ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ സിനിമാറ്റോഗ്രഫി, അതായത് മാക്സിമം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, POV, ഫോർമുല 1 ഡ്രൈവർ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും, അവരുടെ ക്വിക്ക് ടേൺ ഔട്ട്സ്, ഡ്രൈവിംഗ് ആക്ഷൻ, കാരണം ഇതൊക്കെ വളരെ ക്വിക്ക് റെസ്പോൺസസ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതെല്ലാം ഒരു പ്യുവർ POV എക്സ്പീരിയൻസ്. ആ ഒരു ഡ്രൈവർ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് സൗണ്ടിലൂടെയും ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിലൂടെയും, അതും പ്രത്യേകിച്ച് അറ്റ്മോസിലൊക്കെ അത് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും F1 റേസിംഗ് നടക്കുന്ന ആ ഒരു വെന്യൂവിൽ പോയിരുന്നത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തത്. ഇപ്പോൾ വെന്യൂ പോയാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ആ സൗണ്ടും ഇതൊക്കെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതവർ സർക്യൂട്ടിൽ പോയി റിയൽ ടൈമിൽ ക്യാപ്ചർ ചെയ്തെടുത്തിരിക്കുന്ന വിഷ്വൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പ്യുവർ അഡ്രിനാലിൻ റഷ്. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിലും ഇതിനകത്തൊരു ചെറിയൊരു സ്പിരിച്വൽ കണ്ടന്റ് ഉണ്ട്. അത് എത്രത്തോളം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയത്തില്ല. പക്ഷേങ്കിലും ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത്, നിങ്ങളൊരു വാഹനം എന്തൂസിയാസ്റ്റ് ആണ്, ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമയുടെ ചില ലെയേഴ്സ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യും. ഫൈനൽ സീനിൽ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു റാലി ഡ്രൈവർക്ക് മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിലും അതായത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഫീൽ ദാറ്റ് ആ ഒരു ഇന്നർ ലെയർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സിനിമാറ്റോഗ്രഫി ടോപ്പ് നോച്ച്. ആ ഒരു സർക്യൂട്ടിനകത്തുള്ള ഒരു റിയലിസ്റ്റിക് സംഭവങ്ങളെല്ലാം അവർ ഇതിനകത്ത് ക്യാപ്ചർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈവൻ ഒരു F1 ഡ്രൈവർ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതും നല്ല വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു സോൾ എന്ന് പറയാം ഹാൻസ് സിമ്മറിന്റെ സംഗീതം. ഡ്രൈവിംഗ് സീക്വൻസുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം യൂഷ്വലി ഗ്രാൻഡ് പ്രിക്സിന്റെ ഒക്കെ ഒരു യൂഷ്വൽ സ്റ്റൈലുണ്ട്, ബീറ്റ്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം വളരെ ലൈറ്റായിട്ട് ഒരു തരത്തിൽ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാത്ത ആ ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു സോൾ അതിനെ പിടിച്ചുള്ള മ്യൂസിക്കാണ്. അത് ഹാൻസ് സിമ്മറിന്റെ ഒരു സിഗ്നേച്ചറാണ്. അതുകൊണ്ടാണ് ആ ഓരോരോ സീനും ആ എലിവേഷൻസ് എല്ലാം, പ്രത്യേകിച്ച് ഒരു എലിവേഷൻ എന്ന് പറയുന്നില്ല, ത്രൂ ഔട്ട് എലിവേഷൻ തന്നെയാണ്. ആ മ്യൂസിക്കൽ എലിവേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തൊരു സംഭവമാണ്. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രാഡ് പിറ്റിന്റെ അഭിനയം ഒന്നും പറയാനില്ല. നമ്മൾ ആ ക്യാരക്ടറിന് തുടക്കം മുതൽ ഫസ്റ്റ് സീനിൽ അദ്ദേഹത്തിനെ കാണിക്കുന്ന, അദ്ദേഹത്തിന്റെ കാലുകളാണ് ആദ്യം കാണിക്കുന്നത്. ആ ഷോട്ട് മുതൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമ്മളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കണക്റ്റ് ആവും. അദ്ദേഹം കൊണ്ട് നടക്കുന്ന ഇമോഷൻസ്, ഇതിനകത്തൊരു ഫാദർ സൺ കണക്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇന്ന് എൻ്റെ അച്ഛനെ കൊണ്ട് കാണിച്ച്, നാളെ മകനെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ അവൻ എക്സാം ആയതുകൊണ്ട് സാധിക്കത്തില്ല. തീരെ കുട്ടികളല്ല, കുറച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെ കാണിക്കാവുന്ന ഒരു സിനിമയാണ്. പിന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വാചാലനായിട്ട് പോകും, അതുകൊണ്ട് ഞാൻ കട്ട് ഷോട്ട് ചെയ്യാണ്. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്ക്. ഒരു ഫോർമുല 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്ന റേസ്, അതിനിടയിൽ നടക്കുന്ന ചില ജിമ്മിക്സ്, ആ ഓരോരോ ലാപ്പുകളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെ അവർ കൊണ്ടുപോയി പെട്ടെന്ന് ആ ഒരു ടയർ ചേഞ്ച്, ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് TV-യിൽ പോലും ഇത് കണ്ടാൽ മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രാൻഡ് പ്രിക്സ് കണ്ടെന്ന് വെച്ചത് മനസ്സിലാവത്തില്ല. പക്ഷെ ആ ഒരു സർക്യൂട്ടിനകത്ത് ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ, അതിനകത്തുള്ള ഓരോരോ കാര്യങ്ങളും അവർ വ്യക്തമായിട്ട് ഈ സിനിമയ്ക്കകത്ത് ഓരോരോ പോയിന്റ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സോ ഐ ഫീൽ ഇറ്റ്സ് ആൻ ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ടു. പിന്നെ വാഹനത്തിന്റെ ഡിസൈൻ, അതിന്റെ എയറോഡൈനാമിക്സ്, അതിന്റെ പിന്നിലുള്ള ഒരു എഫേർട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു F1 എന്താണെന്നുള്ളത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ കേൾക്കുന്നതാണ്. ഞാൻ ഷൂമാക്കർ എന്നുള്ളൊരു വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം ഈ കാറിൻ്റെ ഒരു സ്റ്റൈലൊക്കെ കണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച്, ഒരു ഇറ്റാലിയൻ പേഷ്യൻ്റ് ആണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള, ഇറ്റാലിയൻസ് ആണ് ഇതിനകത്ത് ലീഡ് ചെയ്യുന്നത്. ഫെറാറി ആയിരുന്നാലും ലംബോർഗിനി ആയിരുന്നാലും മറ്റു രാജ്യങ്ങളും ഉണ്ട്, ഇപ്പോൾ റെനോക്കെ ഉണ്ട്, ലോട്ടസ് ഇംഗ്ലണ്ടിൽ നിന്നുണ്ട്. എങ്കിലും ഇതിനകത്തൊരു ഇറ്റാലിയൻ ഡോമിനൻസ് ഉണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും കോണ്ടന്റിൻ്റെ അകത്തോട്ട് ഞാൻ കയറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഈ 2-3 ദിവസത്തിനകത്ത് F1 എന്ന എക്സ്പീരിയൻസ് ചെയ്യുക. അത് നല്ല അറ്റ്മോസ് സൗണ്ടിങ് ഉള്ള തിയേറ്റർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോയി കാണുക. ആറ്റിങ്ങൽ തപസ്യയിലാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ പ്രൊജക്ഷനും കൂടെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളർ ക്വാളിറ്റി എല്ലാം ഗംഭീര അനുഭവമാണ്. ഈ സിനിമയ്ക്ക് ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യുന്നത്. ഇതൊരു 100% ഒരു അനുഭവമാണ്. ഫോർമുല 1 ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പോലും എനിക്ക് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. ഫോർമുല 1 കാസിൻ്റെ അത്രയും ഒരു പെർഫോമൻസ് ചിലപ്പോൾ
അതിനേക്കാൾ പെർഫോമൻസ് EVയിൽ വന്നുകൂടായില്ല, പക്ഷേ എങ്കിലും ആ ഒരു സൗണ്ടും അതിൻ്റെ ആ ഒരു നോയ്സും അതൊക്കെയാണ് ആ ഒരു ഫോർമുല 1 എന്ന് പറയുന്ന ഒരു അഡ്രിനാലിൻ റഷ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അതൊരിക്കലും EV ആ ഒരു സ്പേസിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമുല 1 സീരീസിന് തന്നെ ഒരു ട്രിബ്യൂട്ടാണ്. അപ്പോൾ ഫോർമുല 1 ഓർഗനൈസേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ പല ഷോർട്സും ഗ്രാൻഡ് പ്രിക്സിൽ ഡയറക്റ്റ് ലൈവ് ഇവൻറ്റ്സ് നിന്ന് എടുത്തതാണ്. റിയൽ ടൈം വിഷ്വൽസാണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും CGI ഇല്ല. CGIനകത്തുണ്ട്, അതായത് ഇവരിതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അതൊരു സിമുലേഷനകത്ത് വെച്ചാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം ഒരു സിമുലേഷനായിട്ട് കാണിക്കുക. അത് സിമുലേഷനായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം റിയൽ ടൈം വിഷ്വൽസാണ്. പിന്നെ ഇതിനകത്ത് ബ്രാഡ് പിറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അദ്ദേഹവും ബ്രാഡ് പിറ്റിന് നെക്ക് ആൻഡ് നെക്കായിട്ട് ആ ക്യാരക്ടറിന് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡാംസൺ ഇഡ്രിസ്, പിന്നെ നമ്മുടെ ടോപ്പ് ഗൺ മാവറിക് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജോസഫ് കൊസിൻസ്കി. പല F1 ടീം ഡ്രൈവേഴ്സ് ഇതിനകത്ത് ക്യാമിയോ അപ്പിയറൻസസ് ആയിട്ട് ബ്ലർ ചെയ്ത് മുഖം കാണിക്കാതെ വന്നിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ ഓൾറെഡി ഓരോ സ്പോൺസേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട്സ് ഉണ്ടാവും. സോ ബാക്ക്ഡ് ബൈ ആപ്പിൾ ആൻഡ് ജെറി ബ്രക്കേമർ. പിന്നെ ആപ്പിളിൻ്റേതായിട്ടുള്ള ഒരു വൈറ്റ് ക്വാളിറ്റി അത് ത്രൂ ഔട്ട് ദ മൂവി ഉണ്ട്. ഫസ്റ്റ് ഷോട്ടിലെ ബ്രാഡ് പിറ്റിൻ്റെ ചെവിയിലൊരു പോട്ട്സ് ഉണ്ട്. പിന്നെ ലൊക്കേഷൻ ഞാൻ കണ്ടിടത്തോളം കുപ്പറ്റിനോ ആപ്പിളിൻ്റെ ആ ഒരു ക്യാമ്പസൊക്കെ ഇതിനകത്ത് ഒരു കുറേ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കാരണം നമ്മളിതിൻ്റെ ഇവൻറ്റ്സിലൊക്കെ കാണുന്ന പോലുള്ള കുറേ സ്ഥലങ്ങൾ, ഗ്രീനറി ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മേ ബി അത് ആപ്പിളിൻ്റെ ക്യാമ്പസിനകത്ത് വെച്ച് ക്യാപ്ചർ ചെയ്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കൊറോണ ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള, അതിന് മുന്നേ എടുത്തു നോക്കിയാലും ഇത്രയും ഒരു വൈബ് ഉണ്ടാക്കിയൊരു മൂവി ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഫോർ മീ. അപ്പോൾ എനിക്ക് ഇത്രയും ഗംഭീരമായ ഒരു ദൃശ്യാനുഭവമായിട്ട് തോന്നി. എൻ്റെ ഫാദറിനും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് കിട്ടിയ ഒരു കണക്ട് മറ്റുള്ളവർക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നത്, നിങ്ങളൊരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആണ്, ഇഫ് യു ആർ പാഷനേറ്റ് ഇൻ ഡ്രൈവിംഗ്, ഡെഫിനറ്റ്ലി യു മസ്റ്റ് വാച്ച് ദിസ് മൂവി. 100% വർത്ത് വാച്ച്. സോ മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ട്.